നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സ് ആണ്. ഏറ്റവും ഉപകാരമുള്ള രണ്ട് സെറ്റിങ്സ് ആണ്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ സെറ്റിങ്സ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡബിൾ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നുള്ള ഈ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നുള്ള ആ ഒരു ഭാഗം കാണും. ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ സ്ക്രീൻ ഓണായി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സ്ക്രീൻ അങ്ങ് ഓഫാകും. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ക്രീൻ ലൈറ്റ് കത്തും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ടൈം നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ പവർ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ സ്ക്രീൻ ഓൺ ചെയ്യും. അതിനാവശ്യമില്ല. നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും 2 പ്രാവശ്യം ഒന്ന് വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ സ്ക്രീൻ ഓൺ ആകുകയും, അതുപോലെ നിങ്ങൾ സ്ക്രീൻ ലോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ലൈറ്റ് ഓഫായി സ്ക്രീൻ ലോക്ക് ആവുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ്. തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ചെയ്തു വെക്കണം. എല്ലാ ആവശ്യത്തിനും പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കീകൾക്ക് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാനും സാധിക്കും. ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ്, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിൽ നിങ്ങൾ ലേ ഔട്ട് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലേ ഔട്ട് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ള ഭാഗം, ഈ ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ള ഏറ്റവും അവസാനത്തിലുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ളൊരു സെറ്റിങ്സ്, ഈ സെറ്റിങ്സ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഏതെങ്കിലും ആപ്പ് നമുക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കാണാം ഹോം സ്ക്രീൻ ലോക്ക് ഇടുന്നു. നമ്മുടെ മൊബൈൽ ഫോണിലെ ഏത് ആപ്പും ഇപ്പോൾ കിടക്കുന്ന ഭാഗത്തു നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ കാണാം ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ഏതെങ്കിലും ആപ്പുകളൊക്കെ എടുത്ത് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി വെക്കും. ഇപ്പോൾ നമ്മളിവിടെ വാട്സപ്പ് ഉണ്ട്, ഈ വാട്സപ്പ് കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും. പിന്നെ നമ്മൾ തിരഞ്ഞ ആപ്പ് കാണില്ല, ആപ്പ് തിരഞ്ഞ് നടക്കണം. അപ്പോൾ ഇങ്ങനെ ഹോം സ്ക്രീൻ ലേ ഔട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആപ്പ് എങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ സെറ്റിങ്സിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലേ ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടൺ, നമ്മൾ നേരത്തെ ഓൺ ചെയ്ത ഈ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്പുകൾ ഓരോ സ്ഥലത്തേക്കും മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഈ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.